ഇറാനിൽ ആക്രമണം കടുപ്പിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. ടെഹ്റാനിലെ മെഡിക്കൽ റിസർച്ച് സെന്റർ, പാലങ്ങൾ, സ്റ്റീൽ പ്ലാന്റുകൾ എന്നിവിടങ്ങളിൽ ബോംബിട്ടു. ഹോർമോസ് കടലിടുക്കിലെ പൂർവ്വസ്ഥിതി ഇനി പുനഃസ്ഥാപിക്കില്ല എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ജോർദാൻ താവളത്തിലെ US പോർ വിമാനങ്ങൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണും തമ്മിൽ വാക്പോര് തുടരുകയാണ്. ഇതിനിടെ കരയുദ്ധത്തിന് തയ്യാറാകാൻ വിവിധ സേനാ വിഭാഗങ്ങൾക്ക് ഇറാൻ നിർദ്ദേശവും നൽകി. അതിനിടെ ഇറാനുമായി സാധാരണ ബന്ധം സ്ഥാപിക്കാൻ ഒരുക്കമെന്ന് GCC സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. MCA നാസറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നാസർ, എന്താണ് നിലവിലത്തെ ഒരു സ്ഥിതിഗതികൾ? വലിയ രീതിയിലുള്ള വാക്പോര് ഫ്രഞ്ച് പ്രസിഡന്റും മക്രോണും ഡൊണാൾഡ് ട്രംപുമായി വലിയ രീതിയിലുള്ള വാക്പോരും നടക്കുന്നു. നിലവിലത്തെ ഒരു സ്ഥിതി എന്താണ്? വിനീഷ, ഇന്ന് വെളുപ്പിന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കിയത് വരും ദിവസങ്ങളിൽ ഏറ്റവും കനത്ത ആക്രമണം ഇറാന് നേരെ ഉണ്ടാകും, അതിലൂടെ ഒരു ശിലായുഗത്തിലേക്ക് ഇറാനെ കൊണ്ടുതള്ളാൻ താൻ മുതിരും എന്നൊരു മുന്നറിയിപ്പായിരുന്നു നൽകിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് തെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. 100 വർഷത്തിലേറെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ റിസർച്ച് സെന്ററിന് നേരെ ആക്രമണം നടന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും നീളം കൂടിയ പാലത്തിന് നേരെ 2 തവണ ഇന്ന് ആക്രമണം നടന്നു. നിരവധി പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സ്റ്റീൽ ഫാക്ടറികൾക്കെതിരെയും ആക്രമണം നടന്നു. ഇനി അടുത്തത് ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ആക്രമണവും വൈകാതെ നടക്കുമെന്ന മുന്നറിയിപ്പാണ് ഇസ്രായേലും അമേരിക്കയും നൽകുന്നത്. അത്തരമൊരു ഘട്ടം വരികയാണെങ്കിൽ ഈ മേഖലയിലെ അമേരിക്കയും അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്നതുമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ വൈദ്യുത സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും ഇരുട്ടിലാക്കുമെന്നൊരു മുന്നറിയിപ്പ് ഇറാൻ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു കരയുദ്ധത്തിനുള്ള ഒരുക്കം ആര് നടത്തിയാലും ഒരൊറ്റ സൈനികരെയും വെറുതെ വിടില്ല, അവരെയൊക്കെയും തങ്ങൾ കൊന്നുതള്ളുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇറാൻ സൈനിക നേതൃത്വം നൽകുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ എന്തായാലും മുമ്പുള്ള ഒരു അവസ്ഥയിലേക്ക് ഇനി ഒരിക്കലും ഹോർമുസ് കടലിടുക്ക് പോകില്ല. അതിനെ സ്വതന്ത്രമായിട്ട് വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഒമാനുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ക്രമീകരണമായിരിക്കും വരുത്താൻ പോകുന്നതെന്ന ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടി വിവിധ രാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് തന്നെ ഇറാൻ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെതിരെ വളരെ ശകാര വർഷവുമായിട്ട് കഴിഞ്ഞ ദിവസം ട്രംപ് രംഗത്ത് വന്നിരുന്നു. പക്ഷേ ട്രംപ് ഒരു മറുപടി പോലും അർഹിക്കുന്നില്ല എന്നൊരു പ്രതികരണമാണ് അല്പം മുമ്പ് മാക്രോൺ നടത്തിയിരിക്കുന്നത്. ബിനിഷ. ശരി നാസർ.